വഞ്ചിയൂരിൽ പൊതുവഴി അടച്ച CPM ഏരിയ സമ്മേളനം നടത്തിയ സംഭവത്തിൽ DGP ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. പരിപാടികൾക്ക് അനുമതി നൽകേണ്ടെന്ന് നേരത്തെ സർക്കുലർ ഇറക്കിയിട്ടുള്ളതാണെന്ന് റിപ്പോർട്ടിൽ ജോയിന്റ് കൗൺസിൽ നടത്തിയ സമരത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ടെന്നും പോലീസ് മേധാവി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, എന്തെല്ലാം കാര്യങ്ങളാണ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്? ഏരിയ സമ്മേളനം നടത്തിയ സംഭവത്തിൽ നേരത്തെ ഹൈക്കോടതി DGPയുടെ വിശദീകരണവും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിശദാംശങ്ങളും തേടിയിരുന്നു. DGP നിലവിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം പരിപാടികൾക്ക് നേരത്തെ തന്നെ അനുമതി നൽകേണ്ട എന്നുള്ള ഒരു സർക്കുലർ ഇറക്കിയതായിട്ടാണ് DGP ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. വഞ്ചിയൂർ സംഭവം അത് അറിഞ്ഞ ഉടൻ തന്നെ താൻ ഇടപെട്ടു എന്നും ഹൈക്കോടതിയിലെ പോലീസ് മേധാവി രേഖാമൂലം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ജോയിന്റ് കൗൺസിൽ പിന്നീട് നടത്തിയ സമരത്തിലും നിലവിൽ കേസെടുത്തിട്ടുണ്ട്. വഞ്ചിയൂരിലെ വിഷയത്തിലും കേസെടുത്ത് നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നാണ് പോലീസ് മേധാവി നിലവിൽ ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. അതിനിടയിൽ തന്നെ ഈ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ DGPയുടെ റിപ്പോർട്ടും പരിഗണിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള വിമർശനം ഇന്നും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. റോഡിൽ എങ്ങനെയാണ് ഈ സ്റ്റേജ് നിർമ്മിച്ചത് എന്നുള്ളൊരു ചോദ്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് സാധാരണ രീതിയിൽ ഒരു സ്റ്റേജ് നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും റോഡ് കുത്തിപ്പൊളിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ റോഡ് ഉണ്ടെങ്കിൽ അത് മറ്റൊരു കേസായിട്ട് മാറുമെന്നാണ് ഹൈക്കോടതി സർക്കാരിനെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് ഈ സ്റ്റേജിന്റെ കാലുകൾ ഈ റോഡിൽ നാട്ടിയെന്നുള്ളൊരു ചോദ്യം ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രന്റെ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ജോയിന്റ് കൗൺസിൽ നടത്തിയ സമരവും അത് ഈ നടപ്പാത കയ്യേറിക്കൊണ്ടുള്ളതാണ്. ഒപ്പം തന്നെ അതും ഈ ഹൈക്കോടതിയുടെ തന്നെ മാർഗനിർദ്ദേശങ്ങളും ഉത്തരവും ലംഘിച്ചുകൊണ്ടാണെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വഴി തടഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ജോയിന്റ് കൗൺസിൽ സമരം നടത്തിയത്. അതിലും നടപടി വേണമെന്നുള്ള ഒരു നിലപാടും ഹൈക്കോടതി എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ വഞ്ചിയൂരിലെ ഏരിയ സമ്മേളനത്തിൽ ആരൊക്കെയാണ് പങ്കെടുത്തതെന്നുള്ള വിശദാംശങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നും നിലവിൽ ഹൈക്കോടതി DGPയോട് ചോദിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വിശദീകരണ കുറിപ്പിൽ ഉണ്ടെന്നായിരുന്നു DGP ഇതിന് മറുപടി നൽകിയത്. എന്തായാലും ഈ കൊച്ചി കോർപ്പറേഷനോ അടക്കമുള്ള ഇടങ്ങളിലും ഈ നടപ്പാത കയ്യേറിക്കൊണ്ട് സമരക്കാർ സമരം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് അനുവദിക്കാൻ സാധിക്കില്ല എന്നും ഹൈക്കോടതി നിലപാടെടുത്തു. അതോടൊപ്പം തന്നെ ഈ നടപ്പാതകളും റോഡുകളും കയ്യേറിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള സമര പരിപാടികൾ അത് യാതൊരു ഘട്ടത്തിലും അനുവദിക്കാൻ സാധിക്കില്ല എന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. വഞ്ചിയൂരിൽ ഈ CPM ഏരിയ സമ്മേളനം നടത്തിയ സംഭവത്തിൽ നേരത്തെ തന്നെ പരിപാടികൾക്ക് അനുമതി നൽകാത്ത അല്ലെങ്കിൽ അത് നൽകില്ല എന്നുള്ള സർക്കുലർ ഇറക്കിയതായിട്ടാണ് DGP നൽകിയിട്ടുള്ള വിശദീകരണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള കോടതിയലക്ഷ്യ ഹർജി ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഹിണി. ശരി, രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.